നമസ്കാരം. 2024 എന്ന പുതുവർഷത്തിലേക്ക് ഏവരും പ്രവേശിച്ചിരിക്കുന്ന അവസരമാണ് ഇത്. ഈ പുതുവർഷവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ജ്യോതിഷത്തിൽ ചില ഫലങ്ങൾ പറയുവാൻ സാധിക്കും. രേവതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. 2024 എന്ന ഈ പുതുവർഷത്തിൽ ഇവർക്ക് സംഭവിക്കാൻ പോകുന്ന ചില സവിശേഷമായ നേട്ടങ്ങൾ, ഇവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ വീഡിയോയിലൂടെ രേവതി നക്ഷത്രക്കാരുടെ 2024 സമ്പൂർണ്ണ പുതുവർഷ ഫലം തന്നെയാണ് പരാമർശിക്കാൻ പോകുന്നത്. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രേവതി നക്ഷത്രക്കാർക്ക് 2024 തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന വർഷം തന്നെയാകുന്നു. ഉയർന്ന രീതിയിലുള്ള കാര്യങ്ങൾ, പ്രധാനമായും തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരുവാൻ ഇവർക്ക് സാധിക്കും. ഉയർന്ന തലത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്ന ഒരു അവസ്ഥ രേവതി നക്ഷത്രക്കാർക്ക് സംജാതമാകും. പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ചെയ്യേണ്ട ഒരു വർഷം തന്നെയാണ് 2024. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് 2024 ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. മറ്റുള്ളവരുടെ വിഷമം കണ്ടാൽ അവരെ കണ്ണടച്ച് സഹായിക്കാൻ സാധ്യത കൂടുതലുള്ള വ്യക്തികൾ തന്നെയാണ് രേവതി നക്ഷത്രക്കാർ എന്ന കാര്യവും നാം ഓർക്കേണ്ടതാകുന്നു. രേവതി നക്ഷത്രക്കാർക്ക് ഇത്തരത്തിൽ നിരവധിയാർന്ന സവിശേഷതകളുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. ദാനധർമ്മങ്ങൾ വളരെയധികം ചെയ്യേണ്ട ഒരു വർഷം കൂടിയാണ് ഇത്. തീർച്ചയായും നിങ്ങളിൽ വന്നു ചേരുന്ന പല ദുരിതങ്ങളും കഷ്ടതകളും ഒഴിവാക്കുവാൻ ഇത്തരത്തിൽ ദാനങ്ങൾ ചെയ്യുന്നതിലൂടെ സാധിക്കും എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. കൂടാതെ ഏത് തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊണ്ടാലും അത് നിങ്ങൾക്ക് അനുയോജ്യമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാകുന്നു. അതിനാൽ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. മറ്റുള്ളവർ നിങ്ങളെ മോശമായി ചിത്രീകരിക്കുവാൻ പല അവസരങ്ങളിലും സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. അതിനാൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് തന്നെയാകുന്നു. കലാമേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം സാധ്യതകൾ വന്ന് ചേരുന്ന ഒരു വർഷമാണ് ഇത്. പുതിയ അവസരങ്ങൾ വന്നു ചേരുക, ധനപരമായി ഉയർച്ച നേടുവാൻ സാധിക്കുക, കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശസ്തി വന്നു ചേരുക, അത്തരത്തിൽ നിരവധിയാർന്ന സവിശേഷതകൾ പ്രത്യേകിച്ചും കലാമേഖലയുമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കലയിൽ വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും. കലാമത്സരങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. 2024 എന്ന പുതുവർഷം ഇത്തരം കാര്യങ്ങൾക്കും ഇവർക്ക് അനുകൂലം തന്നെയാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള ഒരു വർഷമാണ് ഇത്. എന്നിരുന്നാൽ പോലും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഏറ്റവും അധികം വിവാഹ സാധ്യത ഉള്ള സമയം എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ അതിനു മുൻപേ തൊട്ട് നോക്കി തുടങ്ങുകയാണ് എങ്കിൽ ഈ സമയങ്ങളിൽ വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. തൊഴിൽപരമായി വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ, സാമ്പത്തികപരമായ ഉയർച്ച എന്നിവ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. പുതിയ സംരംഭകരാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ 2024 സ്വന്തമാക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങൾക്കും അനുകൂലം തന്നെയാകുന്നു. എന്നിരുന്നാൽ പോലും ഏതൊരു കാര്യവും വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടൂ എന്ന കാര്യവും ഓർത്തിരിക്കുക. കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത്. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി ഈ വർഷം മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. കൂടാതെ ഞാൻ ഈ പറയുന്ന വഴിപാട് കൂടി അടുത്തുള്ള ക്ഷേത്രത്തിൽ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. എല്ലാ മാസവും നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ഈ വഴിപാട് നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അടുത്തുള്ള ക്ഷേത്രത്തിൽ ഭാഗ്യ സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു.
പിറന്നാൾ ദിവസമോ അല്ലെങ്കിൽ മാസാദി ദിവസമോ ഇപ്രകാരം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. പ്രധാനമായും ചൊവ്വ, വെള്ളി ദിവസങ്ങളിലോ ജന്മനക്ഷത്ര ദിവസമോ ഇപ്രകാരം ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. എല്ലാ മാസവും മുടക്കം കൂടാതെ തന്നെ നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. മറ്റൊരു വഴിപാട് നടത്തേണ്ടത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലാകുന്നു. വെറ്റിലമാലയാണ് ഹനുമാൻ സ്വാമിക്ക് വഴിപാടായി നടത്തേണ്ടത്. ഈ വഴിപാടുകൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ആ ദൗർഭാഗ്യങ്ങളെ ഒഴിവാക്കുവാനും ദുരിതങ്ങളെ ഒഴിവാക്കി ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടി എത്തുവാനും സഹായകരമാകും എന്ന കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. പല വ്യക്തികളെയും അകമഴിഞ്ഞ് നിങ്ങൾ സഹായിച്ചിട്ടുള്ളവരാകുന്നു. എന്നാൽ അവരിൽ നിന്ന് തന്നെ തിരിച്ചടികൾ 2024 ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അപ്രത്യക്ഷമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. അതിനാൽ ഇത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് വളരെ സൂക്ഷ്മതയോടെ തന്നെ 2024 എന്ന ഈ വർഷത്തിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. പല വ്യക്തികൾക്കും നിങ്ങൾ കടമായി പല കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിലും ആ കടം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ആർക്കെങ്കിലും കടം നൽകുമ്പോൾ അതേക്കുറിച്ച് വ്യക്തമായ ധാരണയോടെ തന്നെ നൽകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ദാനമായി നൽകുന്നതിൽ തെറ്റില്ല. സാമ്പത്തിക ഇടപാടുകൾ വളരെയധികം ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യുക എന്ന കാര്യവും ഓർക്കുക. അതല്ല എങ്കിൽ ധനപരമായ നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്നുകൂടി നാം അറിയേണ്ടതാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇത്. സന്താനങ്ങൾക്ക് ഉയർച്ച നേടുക, അതേപോലെ തന്നെ സന്താനങ്ങൾക്ക് ജോലി, വിവാഹം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ഈ വർഷം വന്നു ചേരുക. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ വന്നു ചേരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ വഴിത്തിരിവായി മാറും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപകട സാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലാകുന്നു. അതിനാൽ തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന കാര്യം ഓർക്കുക. നിത്യവും വീടുകളിൽ വിളക്ക് തെളിയിക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യം ചെയ്യുക. 2 നേരം സാധിക്കുമെങ്കിൽ വിളക്ക് തെളിയിക്കുക. ഒരിക്കലും തീരുമാനങ്ങൾ താമസിപ്പിക്കുവാൻ പാടുള്ളതല്ല. പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നഷ്ടത്തെക്കാൾ ലാഭങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള വർഷം തന്നെയാണ് 2024. പൊതുവെ നോക്കുകയാണ് എങ്കിൽ രേവതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേരുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എവർക്കും ശുഭകരമായ വർഷം വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.